എത്രയോ കാട്ടുപന്നികളാണെന്നറിയോ? നമസ്കാരം എല്ലാവർക്കും. 12B മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മുതുമലൈ ടൈഗർ റിസർവിലാണ്. ഇവിടുത്തെ ടൈഗർ സഫാരിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഒരു 18 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തൊപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തും, തൊപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ടൈഗർ സഫാരി ഓപ്പറേറ്റ് ചെയ്യുന്ന വനംവകുപ്പിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഇങ്ങനത്തെ ബസ്സിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കാഴ്ചകളും അതുപോലെ തന്നെ കാടിൻ്റെ വന്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിരാവിലെ തന്നെ ഞങ്ങൾ കാട് കയറി. രാവിലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാടുണരുന്നേ ഉള്ളൂ. ചരക്ക് വണ്ടിയൊക്കെ കാലടിച്ച് തിരിച്ചു പോവാം. ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മാനുകളെയാണ്. ഈ റൂട്ടിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് മാനുകളെ കാണാൻ സാധിക്കും. കാട്ടുപന്നി നോക്കി, കറുത്ത കാട്ടുപന്നി. അപ്പോൾ കേട്ടാ ഉൾക്കാട്ടിക്ക് വലിഞ്ഞവൻ. ഞാനല്ല ഒരു പോയത് നോക്കിയേ. അവന്മാർക്ക് അങ്ങനെ ഒടിച്ചെടുക്കണേ, കാരണം ബാക്ക് തട്ടുമല്ലേ. ഇതാണ് നമ്മുടെ മുതുമല ടൈഗർ റിസർവിൻ്റെ റിസപ്ഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇനി കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാൻ. ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവർ ബസ്സിലായിട്ടാണ് തോന്നുന്നു ടൈഗർ സഫാരി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാലി കൊണ്ടിടും കേട്ടോ. അവിടെ ഇതേ പോകുന്നു. ഇവിടെ അനിമൽ സൈറ്റഡ് ബൈ വിസിറ്റേഴ്സ് പറഞ്ഞൊരു ബോർഡുണ്ട് കേട്ടോ. ടൈഗർ 20-ാം തീയതി ലെപ്പേർഡ്, എലഫൻറ്റ്, ഇന്ത്യൻ ഗോർ, സ്ലോത്ത് ബിയർ, ദോൾ, മൗസ് ഡിയർ, സംബാർ ഡിയർ, ബാർക്കിംഗ് ഡിയർ, ബ്ലാക്ക് പാന്തർ 3-ാം തീയതി 3/2/2021 ബ്ലാക്ക് പാന്തർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ സഫാരി ഓഫീസ്. തൊപ്പക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണിത്. തൊപ്പക്കാട് പറഞ്ഞാൽ 3 കൂടിയ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഉള്ളവർക്ക് എൻട്രി ബോർഡ് ഉണ്ട്. നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം വഴി ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ സഫാരിക്ക് പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുവരുത്, മൊബൈലിൽ അങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും പ്ലേ ചെയ്യാൻ പാടില്ല. പിന്നെ നല്ല ഷൗട്ട് ചെയ്തിട്ട് അവിടെ ഒച്ചും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് ക്യാരി ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇപ്പോൾ നീലഗിരി വില്ലേജ് നമ്മൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 1 ലിറ്ററിൻ്റെ ബോട്ടിൽസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ഫ്രീ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാട്ടിലെങ്കിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ ആണ്. നമുക്കൊരു ലിറ്റിൽ ചെറിയ ക്യാരി ബാഗ് കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. റിസപ്ഷൻ്റെ ചുറ്റുമൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. വിസിറ്റേഴ്സിന് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുത്തങ്ങയെ പോയപ്പോൾ ഇത്ര നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇൻ്റർപ്രിട്ടേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോർഷനും ഉണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ പാർക്ക് പോലെയുണ്ട്. ഇവിടെ വനം വകുപ്പിൻ്റെ ഒക്കെ വണ്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുത്തങ്ങയിൽ കണ്ടതുപോലെ ഇവിടെയും വനം വകുപ്പിൻ്റെ കുങ്കിയാനകളുണ്ട് കേട്ടോ. നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ വിടാൻ വേണ്ടിയിട്ടാണ് കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത്.
നമ്മൾ ഇങ്ങോട്ട് വന്നത് 7 മണിക്കാണ്. 7 മണി തൊട്ട് നമ്മൾ ഒരു 10 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തു. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പേരുടെ ബസ്സാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ അടുത്ത ഓപ്ഷൻ ജിപ്സിയാണ്. ജിപ്സി നമ്മളൊരു 4000 രൂപയ്ക്ക് നമ്മൾ ഹയർ ചെയ്തിട്ട് നമുക്ക് എത്ര പേർക്ക്, മിനിമം 6 പേർക്ക് 7 പേർക്ക് നമുക്കതിൽ പോവാം. ബസ് ഇവരെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പേരായ മാത്രമേ ഇവർ ബസ് എടുക്കുള്ളൂ. 340 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. 20 പേരായ മാത്രമേ ഇവർ ബസ് വിടുകയുള്ളൂ. നമ്മളിവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ 20 പേരായില്ല. 10 മണി ആവുകയും ചെയ്തു. 10 മണിക്ക് വരെ ഇവിടുത്തെ സഫാരി ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. കാരണം 20 പേരായെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. 10 മണി ഏകദേശം കഴിയുകയും ചെയ്തു. ഇവിടെ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, ഇത് വരുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. 20 പേരുണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എല്ലാവരും പോസ്റ്റായി. നമ്മളങ്ങനെ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തു. നമുക്കെന്തായാലും സഫാരി കാണാൻ പറ്റിയില്ല, കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ളത്. നമുക്കെന്തായാലും ഈ മുതുമലൈ റൂട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. പോയിട്ട് നമുക്ക് ആ യാത്രയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ സാലിയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി, നമ്മൾ നൈസായിട്ട് മൂഞ്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂട്ടിലൊന്ന് പോയി നോക്കാം. ഇത് ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. ഇതിലൂടെ പോകുന്ന മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുത്തങ്ങയിൽ പോയ പോലെ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് പോവാം. കാടിൻ്റെ ഉള്ളിലൂടെ ചെങ്കുത്തായ വനപാതയിലൂടെ വണ്ടി പോയിട്ട് അങ്ങനെയാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുക. ഇവിടെ കൂടുതലായിട്ടും നല്ല രീതിയിൽ ഇവർ റേറ്റ് കുറച്ച് കൂടുതലാണ്. നമ്മൾ മുത്തങ്ങേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെയിം ഫോറസ്റ്റ് റേഞ്ച് തന്നെയാണ്. കാരണം കർണാടക, തമിഴ്നാട്, കേരള ഈ 3 റീജിയനിൽ വലിയ രീതിയിൽ പരന്നു കിടക്കുന്ന ഫോറസ്റ്റ് റേഞ്ച് തന്നെയാണ് ഇത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ബന്ദിപ്പൂരിനായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ മുത്തങ്ങയിൽ തന്നെയാണ് റേറ്റ് കുറവ്. അവിടെ അതായത് ജീപ്പിന് തന്നെ ഒരാൾക്ക് 350-355 രൂപ വരത്തുള്ളൂ. ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒരു മാനൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ മാനുകളും അതുപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മാനുകൾ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുരങ്ങന്മാരുണ്ട് മരത്തിൻ്റെ മേലെ. തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലാണ് മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 1990-ലാണ് ഇത് രൂപം കൊണ്ടത്. ഗൂഡല്ലൂരിൽ നിന്നും 18 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ദേശീയോദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ്. ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഇവിടെയും കാണപ്പെടുന്നത്. 103 ചതുരശ്ര കിലോമീറ്ററാണ് മുതുമലൈ ദേശീയോദ്യാനത്തിന്റെ ആകെ വിസ്തൃതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ് മുതുമലൈ. ബോണറ്റ് മക്കാക്ക്, കടുവ, പുലി, വരയൻ കഴുതപ്പുലി, പുള്ളിമാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടം. മലബാർ ഡ്രാഗൺ, മലബാർ വേഴാമ്പൽ, പലയിനം പരുന്തുകൾ എന്നിവയും ഇവിടെ കാണാം. പോകുന്ന വഴിക്ക് ഫുള്ള് ഹമ്പുകളാണ്. നമ്മളിങ്ങനെ ഒരുപാട് സ്പീഡിൽ പോയിട്ടേ മൃഗങ്ങളെ ആക്സിഡന്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഹമ്പുകൾ വെച്ചിരിക്കുന്നത്. സ്ട്രൈറ്റ് 40 കിലോമീറ്റർ. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സ്പീഡിലാണ് മയിലിരിക്കും. നോക്കി മയിൽ വീഡിയോ ഒന്ന് വിടർത്തടാ മോനെ.
കുരങ്ങ നിൽക്കുന്നുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. ആ ലോറി അതിൻ്റെ അടുത്ത് കൂടെ പോകുന്നു. എപ്പോൾ വേണമെങ്കിലും റോഡിൽ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഹലോ. ആനക്കുട്ടി വരില്ലേ? ആനക്കുട്ടി വരുന്ന നോക്കിയേ. ഇവിടെ വളർത്തുന്ന ആനക്കുട്ടികളാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. എലിഫൻറ്റ് ക്യാമ്പിലെ ടിക്കറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എലിഫൻറ്റ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഈ മസിനഗുഡി റോഡിൽ കയറി. ഇത് വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള വഴികൾ തന്നെയാണ്. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ. ഒരുപാട് കാട്ടുപന്നികളുണ്ട് കേട്ടോ. എത്രയോ കാട്ടുപന്നികളാണെന്നറിയോ? ഒരുപാട് കാട്ടുപന്നികൾ കൂട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കാട്ടുപന്നികളെ കാണുന്നത്. അവിടെ കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മയിലുകളുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് മയിലുകൾ 3 മൈൽ മരത്തിൻ്റെ മേലെയും താഴെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ 3-4 കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് മൈലുകളുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന പല സ്ഥലത്തും ഇതുപോലെ കത്തി അമർന്ന് കിടക്കുകയാണ്. കാട്ടുതീ നമ്മുടെ വനസമ്പത്തിന് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. യാത്രക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ തീപ്പെട്ടി, ലൈറ്റർ പോലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാട്ടുതീ ഇവിടുത്തെ ജൈവജന്തുജാലങ്ങൾക്കെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മുതുമലൈ കാടും കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വൈൽഡ് ലൈഫ് വീഡിയോകൾക്കും ട്രാവൽ വീഡിയോകൾക്കും 12B മീഡിയ എന്ന ചാനലിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം 12B മീഡിയ.